എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണ വിപണിയിൽ വൻ തകർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ സ്വർണം വാങ്ങിയവർക്ക് പവന് 10,000ങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വില ഇനി 1,00,000 താഴോട്ട് വരുമോ? ജൂൺ 2-ാം തീയതി ഇന്ത്യയിൽ 22 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് 14,275 രൂപയായിരുന്നു വില. എന്നാൽ ഇന്ന് ജൂൺ 11 എത്തുമ്പോൾ ഈ വില ഗ്രാമിന് 13,545 രൂപയായി കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. വെറും 9 ദിവസം കൊണ്ട് 5.11% ഇടിവാണ് 22 കാരറ്റ് സ്വർണത്തിന് മാത്രം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പരിശുദ്ധമായ 24 കാരറ്റ് സ്വർണത്തിന്റെ കഥ ഇതിലും ഭയപ്പെടുത്തുന്നതാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ചരിത്രത്തിൽ ആദ്യമായി 24 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 18,300 രൂപയും കടന്ന് കുതിക്കുകയായിരുന്നു. അന്ന് 10 ഗ്രാമിന് വില 1,80,000 മുകളിലായിരുന്നു. എന്നാൽ അത് ഇന്ന് 14,777 രൂപയിലേക്ക്, അതായത് 10 ഗ്രാമിന് ഏതാണ്ട് 1,47,000 താഴേക്ക് പതിച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ ഇടിവ് ഇങ്ങനെ തുടർന്നാൽ സ്വർണ്ണവില 10 ഗ്രാമിന് 1,00,000 രൂപയ്ക്ക് താഴേക്ക് വരുമോ? പെട്ടെന്ന് എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രയും വലിയ വിലയിടിവ് സംഭവിച്ചത്? സ്വർണത്തിന്റെ വില കുറയാൻ നമ്മളെ പോലുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു കുറഞ്ഞ മാസത്തിനുള്ളിൽ ഇത്ര വലിയൊരു ചേഞ്ച്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് 2026 ഫെബ്രുവരിയിലെ റെക്കോർഡ് വിലയിൽ നിന്നും സ്വർണത്തിന് എങ്ങനെയാണ് ഇത്രയധികം തകർച്ചയുണ്ടായി എന്നതും ഇതിന് പിന്നിലെ അന്താരാഷ്ട്ര സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണെന്നുമാണ്. കൂടാതെ നമുക്ക് ഏവർക്കും അറിയേണ്ട ഒരു കാര്യം, ഇനി സ്വർണത്തിന്റെ വില 1,00,000 താഴെയാകുമോ എന്നുള്ളൊരു കാര്യം. ഇതിന്റെ എല്ലാ യഥാർത്ഥ വസ്തുതയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ലളിതമായി മനസ്സിലാക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ അജ്ന. അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ, ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കിയിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഫെബ്രുവരിയിലെ റെക്കോർഡ് സ്വർണത്തിന്റെ വിലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു തകർച്ച, സ്വർണത്തിന്റെ വില ഇടിയാനുള്ള ഒരു കാരണത്തെ പറ്റി നോക്കാം. ഈ വില ഇടിവിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ 9 ദിവസത്തെ മാത്രം നോക്കിയാൽ പോരാട്ടോ. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതലുള്ള മാറ്റങ്ങൾ കാണണം. അന്ന് 22 കാരറ്റിന് 17,000 രൂപയും 24 കാരറ്റിന് 18,300 രൂപയ്ക്കും മുകളിലായപ്പോൾ പലരും കരുതിയത് സ്വർണ്ണവില ഇനി ഒരിക്കലും കുറയില്ല എന്നായിരുന്നു. പക്ഷെ ജൂൺ 11, അതായത് ഇന്നത്തെ ദിവസം ആയപ്പോഴേക്കും വിപണിയിൽ നിന്ന് എത്ര വലിയ തുകയാണ് ഇല്ലാതായെന്ന് നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ ഒരു ബോക്സ് കാണിക്കും, അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് 2026 ഏറ്റവും ഉയർന്ന വില 1,83,000 ആയിരുന്നു സ്വർണത്തിന് 24K ഗോൾഡ്. എന്നാൽ ജൂൺ 11 ആയപ്പോഴേക്കും വിപണിയിൽ എത്ര വലിയ മാറ്റമാണ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ബോക്സ് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പട്ടിക നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് 2026 ഏറ്റവും ഉയർന്ന വില, അതായത് ഫെബ്രുവരിയിൽ 24K ഗോൾഡിന് ഉണ്ടായത് 1,83,000 ആണ്. ആ 1,83,000 ഇന്നത്തെ വില, അതായത് ജൂൺ 11 എത്തിയപ്പോഴേക്കും 1,47,770 രൂപയായി. കുറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 35,230 രൂപയാണ് ഒറ്റയടിക്ക് താഴോട്ട് ഇറങ്ങിയത്. ഇനി നമ്മൾ 22K ഗോൾഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1,71,000 ആയിരുന്നു, അത് 1,35,450 ആയി. 35,550 രൂപയാണ് അവിടെ ആ ഒരു 22K ഗോൾഡിന് ഉണ്ടായ ഡിഫറൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വെറും 4-5 മാസങ്ങൾ കൊണ്ടാണ് ഏതാണ്ട് 20% ഇടിവ് സ്വർണ്ണ വിലയിൽ സംഭവിച്ചിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനൊരു പേരുണ്ട്, ബെയർ മാർക്കറ്റ് എന്ന് പറയും. അതല്ലെങ്കിൽ വിപണിയിലെ വലിയ തകർച്ച എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഫെബ്രുവരിയിൽ ആരെങ്കിലും 1 പവൻ സ്വർണം ഉയർന്ന വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് അതിന്റെ മൂല്യത്തിൽ 28,000 രൂപയിലധികം പേപ്പർ ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ അന്ന് സ്വർണം വാങ്ങി ഇന്ന് വിൽക്കാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പലർക്കും വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ചെറിയ തിരുത്തലല്ല, മറിച്ച് വലിയ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം വിറ്റഴിക്കുന്നതിന് ലക്ഷണമാണ്. നമ്മളെപ്പോഴും സ്വർണം എന്ന് പറയുന്ന ആ ഒരു ലോഹത്തിനെ നമുക്ക് പെട്ടെന്ന് വാങ്ങി അത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിൽക്കാം എന്നുള്ളൊരു സംഭവം ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് പലരും സ്വർണം വാങ്ങുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വിലയിടിച്ചിൽ കാണുമ്പോൾ നമ്മൾ എല്ലാവരും പാനിക് ആവുകയാണ്. അതെ, എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കുത്തനെ താഴേക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് പിന്നിൽ ആഗോള സാമ്പത്തിക രംഗത്തുണ്ടായ 5 വലിയ മാറ്റങ്ങളുണ്ട്. യെസ്, അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1, പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുന്നത്, അതായത് ഹയർ ഫോർ ലോങ്ങർ ഇൻട്രസ്റ്റ് റേറ്റ്. സ്വർണത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ സ്വർണം വാങ്ങി സൂക്ഷിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും ഒരു പലിശയോ ഡിവിഡൻഡോ
അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് പോലെയൊന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടില്ല. അതൊരു നോൺ ഈൽഡിംഗ് അസറ്റ് ആണ്. 2026 പകുതിയിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള ലോക ബാങ്കുകളെല്ലാം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യങ്ങളിലെല്ലാം പണപ്പെരുപ്പം അതല്ലെങ്കിൽ വിലക്കയറ്റം ഇനിയും പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടില്ല. അതിനാൽ ബാങ്ക് പലിശ നിരക്കുകൾ ഇനിയും ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നുള്ളത്. സോ ബാങ്കുകളിൽ നിന്നും ഗവൺമെന്റ് ബോണ്ടുകളിൽ നിന്നും മികച്ചതും അതുപോലെ സുരക്ഷിതവുമായ പലിശ വരുമാനം ലഭിക്കുമ്പോൾ വലിയ നിക്ഷേപകർ എന്താ ചെയ്യുക, തങ്ങളുടെ പണം സ്വർണത്തിൽ നിന്നും പതുക്കെ മാറ്റി അവരെന്ത് ചെയ്യും, ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കാൻ തുടങ്ങും. സോ ഇതാണ് വില കുറയാനുള്ള ആദ്യ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ US ഡോളറിന്റെ കരുത്ത് കൂടുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് US ഡോളറിലാണെന്നുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ മൂല്യം വളരെ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. സോ ഡോളർ ശക്തമാകുമ്പോൾ ഇന്ത്യൻ രൂപ പോലുള്ള മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് കൂടുതൽ നമുക്ക് എക്സ്പെൻസീവ് ആകും. ഓക്കെ, ഭയങ്കര ചിലവേറിയതാകും. സോ ഇത് ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് പാടെ കൂടെ കുറയ്ക്കുകയും വില ഒറ്റയടിക്ക് താഴോട്ട് വരാനുള്ള ഒരു കാരണമാവുകയും ചെയ്യും. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വില വർധനവ്. നമുക്കറിയാം, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്തോരം വ്യത്യാസമാണ് ക്രൂഡ് ഓയിലിനൊക്കെ വരുന്നതെന്ന്. സാധാരണ ഈ ലോകത്ത് എവിടെയെങ്കിലും യുദ്ധ സാഹചര്യങ്ങളോ പ്രതിസന്ധികളോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് അവിടെ യുദ്ധം നടക്കുന്നുണ്ട്, ഒരുപാട് സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും സ്വർണ്ണവില ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടേണ്ട സാഹചര്യത്തിൽ ഒറ്റയടിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൻകിട നിക്ഷേപകർ ഇപ്പോൾ സ്വർണത്തിന് പകരം ക്രൂഡ് ഓയിലിലേക്കാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നത്, ദാറ്റ് ഇസ് ഭൂഗർഭ എണ്ണ. സോ അതിലേക്കാണ് അവർ പണം കൂടുതൽ നിക്ഷേപിക്കുന്നത്. അപ്പൊ ക്രൂഡ് ഓയിലിന് ബാരലിന് 90 മുതൽ $95 വരെ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു. സോ എണ്ണവില കൂടുമ്പോൾ അത് വീണ്ടും പണപ്പെരുപ്പത്തിന് കാരണമാവുകയും അതുവഴി കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തി നിർത്താൻ നിർബന്ധിതരാകുകയും ചെയ്യും. സോ ഇത് സ്വർണത്തിന് ഇരട്ട പ്രഹരമായിട്ട് മാറും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വൻകിട നിക്ഷേപകരുടെ ലാഭമെടുപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്വർണത്തിന് ഗ്രാമിന് 18,300 രൂപ കടന്നപ്പം വലിയ വലിയ സ്ഥാപനങ്ങളും അതുപോലെ ഹെഡ്ജ് ഫണ്ടുകളൊക്കെ വലിയ ലാഭത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ മെയ് മാസത്തിന്റെ അവസാനത്തോടും കൂടെ ആയപ്പോഴേക്കും സ്വർണ്ണ വില സാങ്കേതികമായി താഴ്ന്ന നിലവാരത്തിലേക്ക് അങ്ങോട്ട് എത്തിയ ഉടൻ തന്നെ ഈ വൻകിട നിക്ഷേപകരൊക്കെ എന്താ ചെയ്തേ, തങ്ങളുടെ കൈവശമുള്ള സ്വർണം വൻതോതിൽ വിറ്റഴിച്ച് ലാഭം എടുക്കാൻ, അതായത് അവര് വേഗം അവരുടെ കയ്യിലുള്ള ഗോൾഡ് ഒക്കെ പെട്ടെന്ന് തന്നെ സെല് ചെയ്തിട്ട് അതിന്റെ ലാഭം എടുക്കാൻ തുടങ്ങി. സോ വലിയ തോതിലുള്ള ഈ ഒരു വിൽപ്പനയാണ് ജൂൺ മാസത്തിൽ ജൂൺ 11 എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വലിയ വിലയിടിവിന് കാരണമായിട്ടുള്ളത്. സോ ഈ ഒരു 4 റീസൺ ആണ് മെയിൻ ആയിട്ട് ഗോൾഡിന്റെ വില ഇത്രയധികം കുറയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിപണിയിലെ നിലവിലെ ഡാറ്റയും അതുപോലെ പഠനങ്ങളും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സ്വർണം വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഔദ്യോഗിക നിർദ്ദേശമായിട്ട് ആരും എടുക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡെസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഇപ്പം സ്വർണ്ണവില അതിന്റെ ഏറ്റവും ഉയർന്ന ആ ഒരു നിരക്കിൽ നിന്ന് 20% കുറഞ്ഞ സ്ഥിതിക്ക് സ്വർണത്തിന്റെ നല്ല കാലം കഴിഞ്ഞോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. ഇനി ഒരിക്കലും വില കൂടില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇതേക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് മറ്റൊന്നാണ്. അവർ ഈ ഒരു വിലയിടിവിനെ കാണുന്നത് സ്വർണം വാങ്ങാനുള്ള ഒരു വലിയ അവസരമായിട്ടാണ്. അതായത് ഗോൾഡ്മാൻ സാക്സിന്റെ വിലയിരുത്തൽ വരുന്നത് നിലവില് ഇപ്പം സ്വർണത്തിന് വലിയ വിലക്കുറവാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു വലിയ വിലക്കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വർണത്തിന്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മൂല്യത്തിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ലെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചൈനയിലെ സെൻട്രൽ ബാങ്ക് തുടങ്ങിയ ലോകത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ബാങ്കുകൾ ഇപ്പോഴും വൻതോതിൽ ഭൗതിക സ്വർണം, അതായത് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പൊ സോ ഡോളറിന് മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാനും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമാക്കാനും വേണ്ടിയാണിത്. അതിനാൽ ഈ വർഷം പകുതിയിൽ ഉണ്ടായ ഈ ഒരു വലിയ ഇടിവ് വലിയൊരു കുതിപ്പിന് മുന്നോടിയായിട്ടുള്ള താൽക്കാലിക തിരുത്തൽ മാത്രമാണെന്നാണ് അവരുടെ കണ്ടെത്തൽ. അതുപോലെ മറ്റ് ആഗോള ഏജൻസികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾസ്ട്രീറ്റിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 2026 വേനൽക്കാലം മുഴുവൻ ഉയർന്ന പലിശ നിരക്ക് കാരണം സ്വർണ്ണവിലയിൽ ഈ അസ്ഥിരത തുടർന്നേക്കാം എന്നുള്ളതാണ്. എന്നാൽ ഈ വർഷം അവസാനത്തോടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും മന്ദഗതിയോ പലിശ നിരക്കിൽ കുറവോ ഉണ്ടായാൽ സ്വർണ്ണവില വീണ്ടും പുതിയ റെക്കോർഡുകളിലേക്ക് കുതിച്ചുയരും എന്നതാണ്. ഇനി ഏറ്റവും വലിയൊരു കാര്യം, അതായത് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് പലരും ക്ലിക്ക് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിയാനായിരിക്കും ഒരുപക്ഷെ പലരും വീഡിയോ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ വില കുറഞ്ഞാൽ ഇന്ത്യയിലെ സ്വർണ്ണവില 10 ഗ്രാമിന് 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം. ഇതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ, ഇതിന് സാധ്യത വളരെ വളരെ കുറവാണ്. നമുക്ക് കൃത്യമായ ചില കണക്കുകൾ പരിശോധിക്കാം. അത് പരിശോധിച്ചതിന് ശേഷം ഞാൻ അതിന് കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം.
നിലവില് 22 കാരറ്റ് സ്വർണം 10 ഗ്രാമിന് ഏകദേശം 1,35,450 രൂപയ്ക്കടുത്താണ് സെയിൽസ് നടക്കുന്നത്. ഇത് 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് എത്തണമെങ്കിൽ നിലവിലുള്ള വിലയിൽ നിന്ന് വീണ്ടും 26% ഇടിവുണ്ടാകണം. സോ അങ്ങനെ സംഭവിക്കണമെങ്കിൽ US$ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ശക്തിപ്പെടുകയോ അതുമല്ലെങ്കിൽ ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ അവരുടെ കൈവശമുള്ള സ്വർണം മുഴുവൻ വിറ്റഴിക്കുകയോ ചെയ്യണം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതിന് രണ്ടിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് പോകാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല. അതിലുപരി ഇന്ത്യയിലെ ആഭ്യന്തര ഘടകങ്ങളായ ഉയർന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ഇറക്കുമതി തീരുവ, പ്രാദേശിക നികുതികൾ, സ്വർണത്തിന്മേലുള്ള 3% GST എന്നിവ സ്വർണ്ണ വിലയ്ക്ക് ഒരു കവചം തീർക്കുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ വിലയിടിഞ്ഞാലും ഇന്ത്യയിലെ നികുതി നിരക്കുകൾ കാരണം ആഭ്യന്തര വിപണിയിൽ വലിയൊരു തകർച്ച ഇനി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പല വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 10 ഗ്രാമിന് 1,30,000 തൊട്ട് 1,50,000 രൂപ വരെയുള്ള ആ ഒരു ലിമിറ്റ്, നമുക്ക് ആ ഒരു എമൗണ്ട് വരുമ്പം സ്വർണം വാങ്ങി സൂക്ഷിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സുരക്ഷിതമായ ഒരു ലിമിറ്റ് ആണെന്നാണ്, അതായത് ഒരു അക്യുമുലേഷൻ സോൺ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് സ്വർണ്ണവില ഇനി 1 ലക്ഷത്തേക്ക് താഴേക്ക് പോകുമെന്നുള്ള ഭയം ആർക്കും വേണ്ട. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വർണം വാങ്ങി വെക്കണമെങ്കിൽ വാങ്ങി വെക്കാം. ഇനി കൂടുവാനുള്ള ചാൻസ് ആണ് കൂടുതൽ വരുന്നത്. യെസ്, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൊത്തമായിട്ട് സ്വർണത്തിന്റെ ഈ ഒരു കുത്തനെയുള്ള ഇടിവും അതിന്റെ കാരണങ്ങളും ഇനി എന്താണ് ഫ്യൂച്ചറിലേക്ക് വരാനുള്ള ഒരു ചാൻസ്, പോസിബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം വരാനിരിക്കുകയാണെങ്കിലോ അതോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലൊരു സമ്പാദ്യം നിങ്ങൾ ലക്ഷ്യം വെച്ചോ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിലെ ഉയർന്ന വിലയിൽ നിന്നും ലഭിക്കുന്ന ഈ 20% ഡിസ്കൗണ്ടും ഈ ജൂൺ മാസത്തിലെ 5% ഇടിവും ഒരു നല്ല അവസരമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാരണം വിപണി എപ്പോഴും ഇതുപോലുള്ള അപൂർവ അവസരങ്ങൾ നമുക്ക് തരാറുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ചാൻസ് ആണിത്. അപ്പൊ നിങ്ങൾ എന്താണ് കരുതുന്നത്? സ്വർണ്ണവില ഇനിയും ഒരുപാട് കുറയുന്നാണോ, കാത്തിരിക്കണം എന്നാണോ, അതോ ഈ വിലക്കുറവിൽ സ്വർണം വാങ്ങാൻ തുടങ്ങുകയാണോ? സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഗോൾഡ് വാങ്ങണോ വാങ്ങണ്ടയോ എന്ന് ആലോചിച്ചിരുന്ന് സംശയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ബിസിനസ്, സാമ്പത്തിക രംഗം ഇതുപോലെയുള്ള എല്ലാ ഏരിയയിലും കൃത്യമായ വിവരങ്ങൾ, പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ബോസ്വാല മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ അത് നമ്മളെ കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മളത് കൺസിഡർ ചെയ്ത് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.